ഇന്നത്തെ വീഡിയോ കക്കിരിയുടെയാണ്. അപ്പോൾ ഇത് കക്കിരി നട്ടിട്ട് ഏകദേശം ഒരു മാസത്തോളമായി. ഇപ്പോൾ പൂത്ത് തുടങ്ങി കായ്ക്കുകയും ചെയ്തു. പക്ഷേ ഇത് നാടൻ ഇനമല്ല, ഹൈബ്രിഡ് ഇനമാണ്. ഹൈബ്രിഡ് ഇനാകുമ്പോൾ കുറച്ച് പ്രതിരോധ ശേഷിയുണ്ട്, അതുകൊണ്ടാണ് അതിലേക്ക് മാറിയത്. പിന്നെ ഇതിന് നമ്മൾ ചേർക്കുന്നത് ജൈവവളം മാത്രമേ നമ്മൾ ചേർക്കലില്ലൂ. ഇതിന് ജൈവവളം എന്ന് വെച്ചാൽ വേപ്പ് പിണ്ണാക്ക്, അത് നടുമ്പോൾ മാത്രം ഉപയോഗിക്കുന്നത്. പിന്നെ കടലപ്പിണ്ണാക്ക്, പിന്നെ എല്ലുപൊടി, ഇങ്ങനെയുള്ള ജൈവവളം മാത്രമേ ഇനി ഉപയോഗിക്കുള്ളൂ. പിന്നെ അതിന് കൂടുതലൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിന് വീട്ടാവശ്യത്തിനുള്ളതേ ഉള്ളൂ. നാടൻ ഇനത്തിനെക്കാട്ടി നല്ലത് ഹൈബ്രിഡാണെന്ന് തോന്നി. അത് നാടൻ ഇനാകുമ്പോൾ പെട്ടെന്ന് അതിന് പ്രതിരോധ ശേഷി കുറവാണ്. അപ്പോൾ പെട്ടെന്ന് ഈച്ചയും പാറ്റയും ഇതൊക്കെ പെട്ടെന്ന് കേടായി പോകുന്നു. ഇതാകുമ്പോൾ ഹൈബ്രിഡ് ആകുമ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റിയാണ്, നല്ല കായ്ഫലം കിട്ടും. അങ്ങനെ അതിലേക്ക് മാറിയത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ജൈവവളം ഇടുമ്പോൾ നമുക്കിത് കായ്ച്ച് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. രാസവളമാകുമ്പോൾ പടപടായിട്ട് വേഗം വളരും. ഇതാകുമ്പോൾ ജൈവവളമാകുമ്പോൾ നല്ല വളർച്ചയുണ്ടാവും, നല്ല കായ്ഫലം കിട്ടും, നല്ല ഹെൽത്തിയാണ്. ഇപ്പോൾ ഈ ചൂട് സമയത്ത് നല്ല ഹെൽത്തി അല്ലേ ഇത്. അപ്പോൾ ഓക്കെ, സപ്പോർട്ട് ചെയ്യണം എല്ലാവരും എന്നെ. താങ്ക് യു.